ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യാമി ഷോർട്സ് ആൻഡ് വ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയട്ടെ, ഇന്നത്തെ വീഡിയോ ഒരു ബീട്രൂട്ട് റെസിപ്പിയാണ്. നമുക്ക് ചോറിനൊക്കെ സൈഡ് ഡിഷസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ബീട്രൂട്ട് മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ബീട്രൂട്ട് റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പൊട്ടറ്റോയും കൂടി എടുത്തിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ബീട്രൂട്ടിനെ ചെറിയ സ്മോൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ പൊട്ടറ്റോയും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്: ബീട്രൂട്ടും ഗാർലിക്കും ഒനിയനും ചില്ലിയും പൊട്ടറ്റോയും. പൊട്ടറ്റോ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് പൊട്ടറ്റോ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിനായിട്ട് പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഉപ്പും കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് കടുക്, പിന്നെ വേണ്ടത് കുരുമുളക് പൊടി. ഇപ്പോൾ കുരുമുളക് പൊടി നമ്മൾ ഈ ഒരു സമയത്തിടുന്നില്ല, നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ റെഡിയായി ലാസ്റ്റ് മാത്രമേ നമ്മളത് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ നമുക്കൊരു ചട്ടി എടുത്ത് ഗ്യാസിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒഴിച്ച് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവോള ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവോള ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും പൊട്ടറ്റോയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ടും പൊട്ടറ്റോയും ഇതുപോലെ സ്മോളായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ബീട്രൂട്ട് വേവാൻ വേണ്ടി ആവശ്യത്തിന് വേണ്ട വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുവരട്ടി അടുക്കി പിടിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ 2-3 വട്ടം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഫൈനലി നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഈ ഒരു പരുവായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. ഇനി നമ്മൾ പറഞ്ഞില്ലേ, കുറച്ച് കുരുമുളക് പൊടി, അതും കൂടെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുവരട്ടി നല്ല സെറ്റായി റെഡിയായിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ ഈ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു മധുരമൊക്കെ ഉണ്ടെങ്കിലും ഈ കുരുമുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് വരും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബീട്രൂട്ട് റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.